ഹലോ, അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടന്നാലോ. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയും സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയും ഒരു ആലപ്പി സ്റ്റൈൽ മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഫിഷിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ ചെങ്കലവ എന്ന് പറയും, ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് കേട്ടോ. ഒരു ചുമന്ന നിറത്തിലുള്ള ഒരു മീനാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് തയ്യാറാക്കുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഉണ്ട് 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ എന്തായി, നമ്മൾ ഈ മീൻ പെട്ടെന്ന് നമ്മൾ പൊരിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്സാണ്. ഞാൻ കുറച്ച് അരിപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് പൊരിക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു പോകുന്ന മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത്തിരി അരിപ്പൊടിയോ ഇത്തിരി റവയോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ ഇത്തിരി ഒന്ന് ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ മീനിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു 3-4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ ഫിഷ് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. കണ്ടോ, ഒട്ടും തന്നെ പൊടിഞ്ഞു പോയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതിന് കുറച്ച് സവാള ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് ആലപ്പി സ്റ്റൈൽ മീൻകറിയാണേ. അതിനായിട്ട് ഇത് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയാണ് കേട്ടോ ചോപ്പ് ചെയ്തത്. ഇത്രയും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവയാണ്, പച്ച ഉലുവയാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മീൻകറി ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി, സോക്ക് ചെയ്ത കുടംപുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മീൻകറി തയ്യാറാക്കി കിട്ടും. ഇതേപോലെ മീൻകറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാ കൂട്ടുകാരും. ഇതും നമ്മുടെ ചൂട് കുത്തരി ചോറിലേക്ക് ഇതേപോലെയുള്ള മുളകിട്ട മീൻകറിയും കുറച്ച് കപ്പയും മോരുകറിയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണേ. എന്നാ ടേസ്റ്റാണെന്നറിയാവോ. എപ്പോഴും എനിക്കിഷ്ടം മുളകിട്ട മീൻകറിയുടെ കൂടെ നല്ല പച്ചമോരില്ലേ, പച്ചമോരോ മോരുകറിയോ ഏതായാലും സൂപ്പറാണ് കേട്ടോ. ചൂട് ചോറിലേക്ക് ഇതേപോലെ നല്ല ചൂടോടെ തന്നെ മീൻകറിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.